Hi, welcome back to our YouTube channel. It's me, Shamir Koisan from F&F Motorsports. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് വന്നിട്ടുള്ളത് 2015 മോഡൽ ഫോർച്യൂണർ ടൈപ്പ് 2 ആണ്. അപ്പോൾ കുറച്ച് അപ്ഡേഷൻസ് നമുക്ക് ഈ വണ്ടിയിൽ ചെയ്യാണ്ട്. ഈ വണ്ടി നമുക്ക് ആലപ്പുഴ ഭാഗത്തുനിന്നൊരു വണ്ടി കേട്ടോ. പുള്ളിക്കാരൻ വണ്ടി മേടിച്ചിട്ട് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്തത്. നിലവിലെ അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയിൽ ഫ്രണ്ട് ആൻഡ് ബാക്ക് TRD കിറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. അത് ഫ്രണ്ടും ബാക്കും സ്പോയിലറാണ് നമുക്ക് TRD കിറ്റിൽ വരിക. അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷനായിട്ട് നമ്മൾ സ്കേർട്ട് ഇൻസ്റ്റാൾ ചെയ്യും. അത് ഡുവൽ ടോണിലാണ് നമ്മൾ അതിൻ്റെ പെയിൻറ്റ് ചെയ്യുക. അത് വൈറ്റും ബ്ലാക്കും കൂടി മിക്സ് ചെയ്തിട്ട് കേട്ടോ. പിന്നീട് നമ്മൾ ഈ ഗ്രില്ലിൽ ചെറിയൊരു അപ്ഡേഷൻ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഗ്രില്ല് നമ്മൾ അപ്ഡേഷൻ ചെയ്യുന്നില്ല. ഗ്രില്ലിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്തിട്ട് കസ്റ്റം വർക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഹെഡ് ലാമ്പ് നമ്മൾ മാറ്റുന്നില്ല. അതേപോലെ തന്നെ ഫോഗ് ലാമ്പിൻ്റെ ബൾബ് നമ്മൾ 3 കളറിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് പോർഷനിൽ നോക്കുകയാണെങ്കിൽ ഇത്രയും ചേഞ്ചസ് ആണ് നമ്മൾ ഈ വണ്ടിയിൽ വരുത്തുന്നത്. സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വലിയൊരു മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് നമുക്കൊന്ന് പോളിഷോ കാര്യങ്ങളോ ഉള്ള ആ ഒരു വർക്ക് മാത്രമേ ഉള്ളൂ. റിയറിൽ വരുമ്പോൾ നമുക്ക് റിയർ സ്പോയിലർ നമ്മളൊരു TRDയിൽ ഒന്ന് റിയർ സ്പോയിലർ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ ക്രോമോ കാര്യങ്ങളോ ക്രോം എലമെൻറ്റ്സ് ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഡീക്രോമിലേക്ക് ചെയ്യുന്നില്ല. ഫ്രണ്ട് പോർഷൻ മാത്രമേ നമ്മൾ ചെറിയ അപ്ഡേഷൻസ് വരുന്നുള്ളൂ. പിന്നെ റിയർ ബമ്പറിലാണെങ്കിൽ നമ്മൾ TRD കിറ്റ് വരുന്ന ആ ഒരു സ്കേർട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ അടിയിൽ വരുന്ന ആ ഒരു DR ലൈറ്റ്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ടൈൽ ലാമ്പ് യൂണിറ്റ് നമ്മൾ LC ടൈപ്പ് ലാൻഡ് ക്രൂസർ ടൈപ്പിലുള്ള ആ ടൈൽ ലാമ്പ് യൂണിറ്റും നമ്മളൊരു വണ്ടിയിൽ മാറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓക്കെ അല്ലേ, ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു വണ്ടിയിൽ ചെയ്യാനുള്ള മാറ്റങ്ങൾ. മെല്ലി നോക്കുമ്പോൾ നമ്മളൊരു TRD കിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്, ടൈൽ ലാമ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അതേപോലെ TRD കിറ്റ് ഇൻസ്റ്റാളേഷൻ വിത്ത് പെയിൻറ്റിങ്. പിന്നെ വണ്ടി ജസ്റ്റ് ചിലപ്പോൾ ഒന്ന് നമ്മൾ ചെറിയ പോർഷൻസൊക്കെ ഒന്ന് പോളിഷ് ചെയ്യാനുണ്ട്. ഇൻറ്റീരിയറിൽ നമ്മൾ പ്രത്യേകിച്ചൊരു മാറ്റങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കസ്റ്റമർ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ. നമ്മളൊരു പുലിക്കുട്ടി വർക്കും കാര്യങ്ങളും കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ചധികം അപ്ഡേഷൻസ് നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. ഫസ്റ്റ് ലുക്ക് നോക്കുമ്പോൾ നമ്മളിതിൻ്റെ മെയിൻ അട്രാക്ഷനിൻ്റെ ഗ്രില്ലാണ് കേട്ടോ. അപ്പോൾ ഗ്രില്ലിൻ്റെ ലുക്ക് നമ്മൾ കംപ്ലീറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ചേഞ്ചിങ് നമ്മൾ ആ ഒരു ക്രോം വന്നിട്ടുള്ള ആ ഒരു പോർഷൻ, ആ ഒരു റൗണ്ട് പോർഷൻ കംപ്ലീറ്റ് നമ്മൾ ആ ഒരു ബോഡി കളർ വൈറ്റിലേക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇൻസൈഡിൽ വരുന്ന ആ ഒരു കംപ്ലീറ്റ് ഗ്രിൽ പോർഷൻസും വിത്ത് ലോഗോ അടക്കം നമ്മളൊരു പിയാനോ ബ്ലാക്കിലേക്കും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സെക്കൻഡറി വന്നിട്ട് നമ്മൾ ഹെഡ് ലാമ്പിൻ്റെ ബൾബ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, വൈറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ പാർക്കിൻ്റെ ബൾബും ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ വലിയൊരു മെയിൻ ഘടകം എന്ന് പറയുന്നത് നമ്മളെ TRD കിറ്റാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ബമ്പറിൽ നമ്മൾ TRD കിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അത് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടാണ് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ആ ഒരു ബമ്പറിൻ്റെ ഒരു ഗ്യാപ്പും പോർഷൻസ് കണ്ടോ, ഈ ഒരു ജോയിൻറ്റിൽ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടാണ് അത് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. അതും ഡുവൽ ടോണിൽ, കാരണം വൈറ്റും ബ്ലാക്കും കൂടി ഡുവൽ തീമിലാണ് നമ്മൾ പെയിൻറ്റ് ചെയ്തത്. അതേപോലെ ഈ ഒരു ഗ്രിൽ പോർഷൻ വരുന്ന ഈ ഒരു പോർഷൻസ് കണ്ടോ, ഇതൊരു മാറ്റ വരിക, നമ്മൾ അതും എന്തിട്ടുണ്ട് ആ ഒരു ഗ്ലോസി ബ്ലാക്ക് അല്ലെങ്കിൽ പിയാനോ ബ്ലാക്കിലേക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ ഫൈനലി നമ്മൾ ഫ്രണ്ടിൽ ആ ഒരു നമ്പർ പ്ലേറ്റും നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. അതേപോലെ തന്നെ ഫോഗിൻ്റെ ബൾബ് നമ്മൾ 3 കളറാണ്, അതായത് വാം, വൈറ്റ്, യെല്ലോ അങ്ങനെ വരുന്ന 3 കളറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബൾബും നമ്മൾ ഈ ഒരു വണ്ടിക്കകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നീട് സൈഡ് പോർഷനാണ്. സൈഡ് പോർഷനിലുള്ള മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ മെയിൻലി നോക്കുമ്പോൾ നമ്മൾ സൈഡ് ടിൻറ്റ്, നാനോ സെറാമിക് ടിൻറ്റ്, അത് ഫ്രണ്ട് ഗ്ലാസ് അടക്കം ചെയ്തിട്ടുണ്ട്. സൈഡിൽ നമ്മൾ ഡോർ വൈസർ കണ്ടോ,
കുറച്ച് പഴക്കമുണ്ടായിരുന്നു. അത് നമ്മളൊരു പിയാനോ ബ്ലാക്കിലേക്ക്, നമ്മളൊരു മെറ്റാലിക് ബ്ലാക്കിലേക്ക് നമ്മൾ അതിനെ മാറ്റിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ ആ ഒരു കാലിബർ പോർഷൻ നമ്മൾ റെഡ് ചെയ്തിട്ടുണ്ട്. വണ്ടി ഞാൻ വാഷ് ചെയ്തില്ല, ജസ്റ്റ് ഞാൻ ബൂത്തിൽ നിന്ന് കടന്നു പാടെ വീഡിയോ എടുക്കാം കേട്ടോ. അതേപോലെ തന്നെ റിയറിൽ കണ്ടോ, ആ റിയർ ഡ്രമ്മ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ബ്ലാക്ക് ഒഴിവാക്കിയിട്ട് റെഡിന് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കൂടുതൽ മാറ്റങ്ങൾ നമ്മളെ ബാക്കിലാണ്, റിയർ പോർഷനിൽ. ഇപ്പോൾ റിയർ പോർഷനിലുള്ള ഫസ്റ്റ് മാറ്റം എന്ന് പറയുമ്പോൾ നമ്മളെ റിയർ സ്പോയിലർ കണ്ടോ, നമ്മൾ ടിആർഡിയിൽ വരുന്ന റിയർ സ്പോയിലർ നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആ റിയർ സ്പോയിലർ നമ്മളൊരു ഗ്ലോസി ബ്ലാക്കിലാണ് ചെയ്തിട്ടുള്ളത് കണ്ടോ, ഒരു ഗ്ലോസി ബ്ലാക്കിലാണ്. പിന്നീടുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ടൈൽ ലാമ്പാണ്. നമ്മൾ ലാൻഡ് ക്രൂസർ ടൈപ്പ് ഒരു ടൈൽ ലാമ്പ് യൂണിറ്റാണ് ഈ ഒരു വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ലോഗോ വന്നിട്ട് ജസ്റ്റ് നമ്മളൊന്ന് ഡീക്രോം ചെയ്തിട്ടുണ്ട്. അതേപോലെ മറ്റൊരു വലിയ അട്രാക്ഷൻ നമ്മൾ ഇതിൻ്റെ റിയർ സ്കേർട്ടാണ് കണ്ടോ, ആ റിയർ സ്കേർട്ട് നമ്മൾ ടിആർഡിയുടെ റിയർ സ്കേർട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതും നമ്മളൊരു ഡുവൽ ടോണിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് നമ്മൾ ആ ഒരു റിയർ സ്കേർട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ആ റിയർ സ്കേർട്ടിൽ നമ്മൾ ആ ഒരു DRL ലൈറ്റ്, നമ്മൾ റിഫ്ലക്ടർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് 3 ഫംഗ്ഷനാണ്, പാർക്ക്, ബ്രേക്ക്, ഇൻഡിക്കേറ്റർ, ഇങ്ങനെ 3 ഫംഗ്ഷനോട് കൂടിയിട്ടുള്ള ആ ഒരു DRL ലൈറ്റ്സും നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്പർ പ്ലേറ്റ്സും നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റിയറിൽ നോക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വണ്ടിയിൽ ചേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ നമ്മൾ വലിയൊരു മാറ്റമൊന്നും ചെയ്തില്ല, പക്ഷേ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ സീറ്റ് ബെൽറ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. നമ്മൾ ആ TRD പ്രിൻ്റോട് കൂട്ടിയുള്ള ബ്ലാക്ക് സീറ്റ് ബെൽറ്റ് നമ്മൾ ഇതിൽ ഫ്രണ്ടിൽ 2 മാത്രം കണ്ടോ, ഈ ഒരു പ്രിൻ്റോട് കൂട്ടിയുള്ള സീറ്റ് ബെൽറ്റും നമ്മൾ ഈ ഒരു വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ചൊരു മാറ്റങ്ങൾ നമ്മൾ ഇന്ത്യയിൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ള മാറ്റങ്ങൾ. നമുക്ക് ഓരോ ചെറിയ മാറ്റങ്ങളും നമുക്ക് വണ്ടിക്ക് വലിയൊരു മാറ്റം തന്നെ ആയിട്ട് തോന്നും. കാരണം ചെറിയൊരു പോർഷൻ, ചെറിയൊരു അപ്ഡേഷൻ മതി നമുക്കത് വലിയൊരു മാറ്റമായിട്ട് തോന്നാൻ. അപ്പോൾ ഒരു വണ്ടിയിൽ നമ്മൾ ചെറിയ മാറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ TRD കിറ്റ് ഇൻസ്റ്റാൾ ചെയ്തു. അതേപോലെ നമ്മൾ ഈ ഗ്രില്ലിൽ ഒരു കസ്റ്റമൈസ്ഡ് പെയിൻറ്റിങ് ജോബ് നമ്മൾ ഗ്രില്ലിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ടൈൽ ലാമ്പ് നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്തു, ഹെഡ് ലാമ്പിൻ്റെ ബൾബ്, അതേപോലെ ഫോഗ് ലാമ്പിൻ്റെ ബൾബ്, അതേപോലെ സീറ്റ് ബെൽറ്റും, അതേപോലെ ഡ്രംസിനൊക്കെ നമ്മളൊന്ന് റെഡ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡോർ വൈസർ നമ്മളൊന്ന് ബ്ലാക്കിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അതേപോലെ നമ്മളൊരു വണ്ടിൻ്റെ വർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബൈ ഓൾ. കുറച്ചിക്കണമെന്നുണ്ടെങ്കിൽ പോവാ.